2300 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു നിഗൂഢമായ ഒരു സംഘമുണ്ടായിരുന്നു. ഇല്ലുമിനാറ്റികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഇതേതോ യൂറോപ്യൻ അധോലോകത്തിൻ്റെ വലിയ ഒരു സംഭവമാണ് എന്നായിരിക്കും. എന്നാൽ ഇല്ലുമിനാറ്റി എന്ന ഈ നിഗൂഢമായ പ്രസ്ഥാനം ആദ്യമായി ഉണ്ടായതിലൊന്ന് നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയേക്കാം. ഇതിനെക്കുറിച്ച് ലഭ്യമായ തെളിവുകൾ ആദ്യമായി എഴുതിയത് ഒരു ഫ്രഞ്ച് എഴുത്തുകാരനാണ്. അതിനുശേഷം ഇന്ത്യയിൽ 25 വർഷം ജോലി ചെയ്ത ബ്രിട്ടീഷ് പോലീസ് ഓഫീസറായ ടാൽബോട്ട് മുണ്ടി ഇതിനെക്കുറിച്ച് കുറേയേറെ സത്യവും മിഥ്യയും ചേർത്ത് ഒരു പുസ്തകം നോവൽ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. പിതാവായ ചന്ദ്രഗുപ്തനെപ്പോലെ ഈ ലോകം മുഴുവൻ കീഴടക്കുവാൻ മഹാനായ അശോക ചക്രവർത്തി തീരുമാനിച്ചു. അങ്ങനെ കലിംഗ കീഴടക്കുവാൻ പുറപ്പെട്ട അശോക ചക്രവർത്തിക്ക് കലിംഗാനിവാസികളുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നു. ആ യുദ്ധത്തിൽ ഏകദേശം 100,000-ൽ പരം പടയാളികൾ മരിച്ചു വീണതായി കരുതുന്നു. യുദ്ധാനന്തരം പോർമുഖം സന്ദർശിച്ച ചക്രവർത്തി അവിടെ കണ്ട കാഴ്ച കണ്ട് ആകെ തളർന്നുപോയി. 10,000-കണക്കിന് മൃതദേഹങ്ങൾ കണ്ട ചക്രവർത്തി യുദ്ധം ഒന്നിനുമൊരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കി. ഇതിനുശേഷം അശോക ചക്രവർത്തി ഒരു ബുദ്ധമത അനുയായിയായി മാറി എന്നാണ് ചരിത്രം പറയുന്നത്. യുദ്ധങ്ങളിൽ പലരും തങ്ങളുടെ ബുദ്ധിശക്തിയും ശാസ്ത്രീയമായ അറിവുകളും തിന്മയ്ക്കു വേണ്ടിയും നശീകരണത്തിനു വേണ്ടിയും ഉപയോഗിക്കുകയാണ് എന്നുള്ള നഗ്നമായ സത്യം മനസ്സിലാക്കിയ അശോക ചക്രവർത്തി ആ കാലഘട്ടം വരെ ശാസ്ത്രം ആർജിച്ചെടുത്ത എല്ലാ അറിവുകളും കൂടാതെ ഭാവിയിൽ മനുഷ്യന്റെ പുരോഗതിക്ക് ഉപകരിക്കുന്ന പുതിയ അറിവുകൾ കണ്ടുപിടിക്കാനും വേണ്ടി നിയോഗിച്ച ഇല്ലുമിനാറ്റിയാണ് ആ 9 അജ്ഞാതരായ മനുഷ്യർ ഉൾപ്പെടുന്ന സംഘം. 9 അജ്ഞാതരായ മനുഷ്യർ, അവർക്ക് മാത്രം അറിയാവുന്ന മനുഷ്യനിർമ്മിതമായ ഒരു കൃത്രിമമായ ഭാഷ, കൃത്യമായ ഇടവേളകളിൽ പുനർരചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 9 അമൂല്യമായ പുസ്തകങ്ങൾ, തലമുറകളായി കൃത്യമായ ഇടവേളകളിൽ കൈമാറുന്ന അധികാരം, തങ്ങളുടെ കൂടെയുള്ളവനെ തിരിച്ചറിയുവാൻ സാധിക്കുന്ന രഹസ്യ കോഡുകൾ, രാജ്യങ്ങളുടെ അതിർത്തികളില്ലാതെ ഭൂമിയിൽ എവിടെയും ജീവിക്കുന്ന സ്വഭാവം, ലോകത്തിന്റെ ഗതിവിഗതികൾ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന 9 വിഷയങ്ങൾ. അവയിൽ ശാസ്ത്രമുണ്ട്, യുക്തിയുണ്ട്, മതമുണ്ട്, മറ്റുള്ളവരുടെ മനസ്സുകളെ സ്വാധീനിക്കാൻ പ്രാപ്തമായ യുദ്ധമുറകളുണ്ട്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്രത്തോളം വലിയ അറിവുകളുണ്ട്. ഇവരുടെ കയ്യിൽ സൂക്ഷിക്കുന്ന പുസ്തകങ്ങളിൽ 9 വ്യത്യസ്തമായ വിഷയങ്ങളാണുള്ളത്. ആദ്യ പുസ്തകത്തിൽ മനഃശാസ്ത്രപരമായി നമുക്ക് സംഘടിതമായ ആശയപ്രചരണം നടത്തി എങ്ങനെ ഒരു യുദ്ധത്തിൽ ജയിക്കാമെന്നതിനെക്കുറിച്ച് പറയുന്നു. ഏറ്റവും അപകടകരമായ പുസ്തകം ഇതാണെന്ന് കരുതപ്പെടുന്നു. ഈ അറിവ് ലഭിക്കുന്നവർ ഈ ലോകം ഭരിക്കാൻ മാത്രമുള്ള അറിവ് ഇതിലൂടെ കരസ്ഥമാക്കുമെന്ന് പറയപ്പെടുന്നു. രണ്ടാമത്തെ പുസ്തകത്തിൽ ഒരുവനെ സ്പർശിച്ചുകൊണ്ട് എങ്ങനെ കൊല്ലുവാൻ സാധിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ നാഡീവ്യൂഹത്തിലെ സിഗ്നലിന്റെ ഗതിയെ എങ്ങനെ സ്പർശനം കൊണ്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കുമെന്ന് ഇവിടെ പറയുന്നു. ജൂഡോ, ചൈനീസ് ആയുധമുറ അറിയുന്നവർക്ക് ഇതിനെപ്പറ്റി ചിലപ്പോൾ അറിയുമായിരിക്കും. മൂന്നാം പുസ്തകത്തിൽ മൈക്രോബയോളജിയെയും ജൈവ സാങ്കേതികവിദ്യയെയും കുറിച്ച് പറയുന്നു. നാലാം പുസ്തകത്തിൽ കെമിസ്ട്രിയെയും ലോഹങ്ങളെയും കുറിച്ച് പറയുന്നു. അഞ്ചാം പുസ്തകത്തിൽ വാർത്താവിനിമയ മാർഗത്തെക്കുറിച്ചും ഭൂമിയെപ്പറ്റിയും ഭൗമേതര കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമാക്കുന്നു. ആറാം പുസ്തകം ഗുരുത്വാകർഷണവും വൈമാനിക ശാസ്ത്രത്തെയും കുറിച്ച് പറയുന്നു. ഏഴാം പുസ്തകത്തിൽ പ്രപഞ്ചോൽപത്തി സിദ്ധാന്തം വ്യക്തമാക്കുന്നു. എട്ടാം പുസ്തകത്തിൽ വെളിച്ചത്തെക്കുറിച്ചും വെളിച്ചമെങ്ങനെ യുദ്ധത്തിൽ ആയുധമായി ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചും പറയുന്നു. ഒമ്പതാം പുസ്തകത്തിൽ സമൂഹശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നു എന്നും കരുതപ്പെടുന്നു. അറിവാണ് ഇവരുടെ ശക്തി. ഇവർ പൊതുവെ അത് അവരുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പുതിയ അറിവുകൾ നേടിയും തങ്ങൾക്ക് ലഭിച്ച അറിവുകൾ സൂക്ഷിച്ചു വെച്ചും ഇവർ മറ്റുള്ള എല്ലാ രഹസ്യ ഗ്രൂപ്പുകളെയും പോലെ ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ അവർക്ക് ഒരു കാര്യം അറിയാം: തങ്ങളുടെ അറിവുകൾ ദുഷ്ടശക്തികളുടെ കൈകളിൽ എത്തിച്ചേർന്നാൽ അത് ഈ ലോകത്തിന്റെ അവസാനമായിരിക്കുമെന്ന സത്യം. അതുകൊണ്ട് അവർ എപ്പോഴും ഒരു രഹസ്യ സ്വഭാവം ജീവിതത്തിൽ പുലർത്തുന്നു. ഈ 9 അജ്ഞാതരായ മനുഷ്യരുടെ കൂടെ ചേർത്തി വായിക്കാവുന്ന സംഘങ്ങളുടെ പേരുകളാണ് മായൻ പുരോഹിതർ, ടിബറ്റ് സന്യാസികൾ, പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരം ഇന്നും കൊണ്ടു നടക്കുന്നവർ, ഇല്ലുമിനാറ്റികൾ, നൈറ്റ് ടെംപ്ലേഴ്സ്, ഫ്രീമേസൺസ്. ഇങ്ങനെ അവരുടെ പട്ടിക നീളുന്നു. ലോകപ്രസിദ്ധരായ പല ശാസ്ത്രജ്ഞന്മാരും ഈ സംഘത്തിൽ ഉള്ളവരോ ഈ സംഘങ്ങളുടെ സഹായം സ്വീകരിച്ചവരോ ആണെന്ന് പറയപ്പെടുന്നു. 1700-കളിൽ ജർമ്മനിയിൽ ക്രിസ്ത്യൻ സഭ അതീവ ശക്തിയാർജിച്ചിരുന്ന കാലം.
ബൈബിളിന് ഉപരിയായി വന്നിരുന്ന എല്ലാ ചിന്താഗതികളെയും ദൈവനിഷേധമായി കണ്ട് അതികഠിനമായ ശിക്ഷകൾ സഭ നൽകി വന്നിരുന്നു. ശാസ്ത്രീയമായോ ആത്മീയമായോ ഉയർന്ന ചിന്താഗതി പ്രചരിപ്പിക്കുന്നവരെ തിരഞ്ഞുപിടിച്ച് സഭ ശിക്ഷിച്ചു. ഭൗതികമായി ഉയർന്ന നിലവാരം പുലർത്തിയ ഇത്തരക്കാർക്ക് സഭയെ പേടിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങളും ചിന്തകളും പ്രചരിപ്പിക്കാൻ പറ്റാതെയായി. സഭയെ മറച്ച് രഹസ്യമായി ഇത്തരം ചിന്താഗതിക്കാരുടെ കൂട്ടായ്മ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഈ രഹസ്യമായ സമൂഹമായിരുന്നു ഇല്ലുമിനാറ്റി എന്നറിയപ്പെട്ടത്. 1776 മെയ് 1 അപ്പർ ബവേറിയയിൽ 5 അംഗങ്ങളുമായാണ് ഇല്ലുമിനാറ്റിയുടെ തുടക്കം. സ്ഥാപകനായ ആഡം വെയ്ഷോപ്റ്റ് ആയിരുന്നു ഇല്ലുമിനാറ്റി എന്ന പേര് ആദ്യമായി നിർദ്ദേശിച്ചത്. പിന്നീട് സഭ അവരുടെ പദ്ധതികൾ പലതും കണ്ടുപിടിച്ച് നശിപ്പിച്ചെങ്കിലും ബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞന്മാരും ലോകത്തിലെ തന്നെ വലിയ സമ്പന്ന കുടുംബങ്ങളും തത്വചിന്തകരും ഉൾപ്പെട്ട ഇല്ലുമിനാറ്റി എന്ന ഈ കൂട്ടായ്മ തങ്ങളുടെ ഭൗതിക സാമർത്ഥ്യത്താൽ നിലനിന്നു പോന്നു. ലോകത്തിൽ കൂടുതൽ സമൂഹ സ്വാധീനവും മിടുക്കും സമ്പത്തുമുള്ളവർക്ക് മാത്രമായി രഹസ്യ അംഗത്വം നൽകി ഇല്ലുമിനാറ്റി പ്രവർത്തനം തുടർന്നു. എന്നാൽ രഹസ്യമായ അധോമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകൾക്കും സംഭവിക്കുന്ന പോലെയുള്ള ഒരു അപജയം ഇല്ലുമിനാറ്റിക്കും കാലക്രമത്തിൽ സംഭവിച്ചു. മിടുക്കന്മാരെങ്കിലും അധർമ്മ ചിന്താഗതിയുള്ളവർ അതിൽ പലപ്പോഴും മേൽക്കൈ നേടി. ലോക പുരോഗതി ലക്ഷ്യമിട്ടവർ ഇല്ലുമിനാറ്റി നിയന്ത്രിക്കുമ്പോൾ തന്നെ അതിന് വിപരീതമായ അജണ്ടകൾ വെച്ചുപുലർത്തുന്നവരുടെ കൈകളിൽ ഈ നിയന്ത്രണം എത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. കാലം കടന്നുപോയപ്പോൾ ക്രിസ്തീയ സഭ യാഥാസ്ഥിതികഭാവം കൈവെടിയാൻ തുടങ്ങി. പുരോഗമന ചിന്താഗതികൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇല്ലുമിനാറ്റി രഹസ്യമായി പ്രവർത്തിക്കേണ്ടിയിരുന്ന സാഹചര്യങ്ങൾ മാറി. പക്ഷേ അപ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും ശക്തമായ സംഘടനയായി ലോകഗതി നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് വളർന്നു വന്നിരുന്ന അവർക്ക് പരസ്യമായി പ്രവർത്തിക്കാൻ ആവാത്ത വിധത്തിലുള്ള നിഗൂഢമായ അജണ്ടകളുണ്ടായി. അതിനാൽ ഇന്നും അവർ രഹസ്യമായി പ്രവർത്തിക്കുന്നു.